എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയ പാഠം മൂന്നാമത്തെ ചാപ്റ്റർ ആരംഭിക്കാൻ പോവുകയാണ്. മൂന്നാമത്തെ ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ വൈദ്യുതകാന്തിക പ്രേരണം, അതാണ്. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിലെ ലെറ്റസ് എസ് ഒക്കെ എല്ലാവരും ചെയ്ത് പഠിച്ചു എന്ന് വിചാരിക്കുകയാണ്. ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ പുതിയ അധ്യായം വൈദ്യുതകാന്തിക പ്രേരണം. അതില് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ നിത്യജീവിതത്തിൽ വലിയ വിപ്ലവം ഉണ്ടാക്കിയ ഒരു കണ്ടുപിടുത്തത്തിന് തുടക്കം കുറിച്ചൊരു കണ്ടുപിടുത്തം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. അതപ്പം തന്നെ സൂചിപ്പിച്ചിരുന്നു. ഏതാണ്? എഴ്സ്റ്റഡിന്റെ കണ്ടുപിടുത്തം. എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫോംഡ് അറൌണ്ട് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. അപ്പൊ എഴ്സ്റ്റഡ് കറന്റിൽ നിന്നും, വൈദ്യുത പ്രവാഹത്തിൽ നിന്നും അദ്ദേഹം എന്തുണ്ടാക്കി? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കി. വൈദ്യുത പ്രവാഹമുള്ള ഒരു ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകുന്നു. അതായത് വൈദ്യുതിയിൽ നിന്നും കാന്തശക്തി ഉണ്ടാക്കാൻ കഴിഞ്ഞു. എന്നാൽ മൈക്കിൾ ഫാരഡെ ഇത് തിരിച്ചു ചിന്തിച്ചു. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തമാണ് സാധാരണക്കാരുടെ വീടുകളിലേക്ക് വൈദ്യുതി എത്തിച്ചത്. നിത്യജീവിതത്തിൽ വലിയ വിപ്ലവം ഉണ്ടാക്കിയ കണ്ടുപിടുത്തമാണ് വൈദ്യുതി. ഇന്ന് നമുക്ക് വൈദ്യുതോർജം ഇല്ലാതെ ചെറിയൊരു സമയം പോലും ജീവിക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള സാഹചര്യമായിട്ട് മാറി. അപ്പോ മൈക്കിൾ ഫാരഡെ എന്താ ചിന്തിച്ചത്? നേരെ വിപരീതം. വൈദ്യുത പ്രവാഹത്തിൽ നിന്നും കാന്തിക മണ്ഡലം ഉണ്ടാക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കിക്കൂടാ? വെറും പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള ശാസ്ത്രത്തിൽ വളരെ തൽപരനായ ഒരു വ്യക്തിയായിരുന്നു മൈക്കിൾ ഫാരഡെ. നിങ്ങൾ ചരിത്രം കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഒരു ബുക്ക് ബൈൻഡിങ് ഷോപ്പിൽ ജോലി ചെയ്ത് ശാസ്ത്ര പുസ്തകങ്ങൾ വായിച്ച് ശാസ്ത്രത്തിൽ താല്പര്യമുണ്ടായി നിരവധി കണ്ടുപിടുത്തങ്ങൾ ഹംഫ്രി ഡേവിഡ് ലാബിൽ സഹായിക്കാൻ പോയി. അവിടെ താമസിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ട് താമസിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് ഫിസിക്സിലും അതുമാതിരി തന്നെ കെമിസ്ട്രിയിൽ തിയറി ഓഫ് ഇലക്ട്രോളിസിസ്, വൈദ്യുത വിശ്ലേഷണ നിയമം അദ്ദേഹത്തിന്റെയാണ്. അങ്ങനെ നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയ പ്രസിദ്ധനായിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് മൈക്കിൾ ഫാരഡെ. അദ്ദേഹം അതിൽ വിജയിച്ചു. എന്തില്? കാന്തശക്തി ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നതിൽ വിജയിച്ചു. അപ്പൊ നമ്മുടെ ആദ്യ ടെക്സ്റ്റിൽ ആദ്യം തന്നെ ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണം നമുക്ക് ഇവിടെ ചെയ്തു നോക്കാം. അതിന് നമുക്ക് ആവശ്യമുള്ള ഉപകരണങ്ങള് ഒരു ഗാൽവനോമീറ്റർ. ഈ ഗാൽവനോമീറ്ററിന്റെ പ്രത്യേകത എന്തിനാ? ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് കറന്റ്. ഒരു സർക്യൂട്ടിൽ വൈദ്യുതിയുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ സർക്യൂട്ടിൽ വൈദ്യുതിയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ടെസ്റ്റർ ഉപയോഗിക്കും. പക്ഷെ ആ ടെസ്റ്ററൊക്കെ കുറച്ചൊരു തീവ്രത, ഒരു വളരെ ചെറിയ ശക്തി കുറഞ്ഞ, ഇന്റൻസിറ്റി കുറഞ്ഞ കറണ്ട് ഒന്നും നമുക്ക് ടെസ്റ്റർ ഒന്നും ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ ഏറ്റവും ചെറിയൊരു വൈദ്യുത പ്രവാഹം പോലും തിരിച്ചറിയാൻ കഴിയുന്ന ഉപകരണമാണ് എന്ത്? ഗാൽവനോമീറ്റർ. ഇതിൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൂചി മാഗ്നറ്റിക് നീഡില് കാണാം. അത് വൈദ്യുതി ഒഴുകിക്കഴിഞ്ഞാൽ അത് ഡിഫ്ലക്ട് ചെയ്യും. കൂടാതെ ആ ഗാൽവനോമീറ്ററിലേക്ക് ഒരു കോയില് കണക്ട് ചെയ്തിട്ടുണ്ട്, കമ്പിച്ചുരുള്. അപ്പൊ ഈ കമ്പിച്ചുരുള് കോപ്പർ വയറാണ്. ഇതിന്റെ മുകളിൽ ഇൻസുലേഷൻ ഉണ്ട്. നിങ്ങൾക്ക് സാധാരണ കാണുന്ന വയറിന്റെ മുകളിൽ നമ്മൾ പ്ലാസ്റ്റിക് ഇൻസുലേഷൻ ആവും. ആ പ്ലാസ്റ്റിക് ചെത്തി കളഞ്ഞിട്ടാണ് കണക്ട് ചെയ്യുക. ഇതും ഇൻസുലേഷൻ തന്നെയുണ്ട്. ഇതെങ്ങനെയാ? ഒരു ലാമിനേറ്റഡ് ആണ്, അല്ലെങ്കിൽ പെയിന്റ് അടിച്ച മാതിരിയുള്ള ഇൻസുലേഷൻ ആണ്. അപ്പൊ ഇത് കണക്ട് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകളിലത്തെ ലാമിനേഷൻ, ആ കോട്ടിങ് ചുരണ്ടി കളഞ്ഞിട്ട് വേണം കണക്ട് ചെയ്യാൻ. അപ്പോഴേ കണക്ഷൻ വരുള്ളൂ. അപ്പൊ ഈ കോയിലിന്റെ രണ്ട് എൻഡ് ഞാൻ ഈ ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കോയിലിൽ കൂടെ വൈദ്യുതി ഒഴുകിയാൽ, ഏതെങ്കിലും കാരണവശാൽ ഈ കോയിലിൽ കൂടെ വൈദ്യുതി ഒഴുകിക്കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് നീഡില്, ഗാൽവനോമീറ്ററിന്റെ നീഡില് ഡിഫ്ലക്ട് ചെയ്യും. അപ്പൊ ഇത് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഡിഫ്ലക്ട് ചെയ്യണ കാണാം? കാണില്ല. എങ്ങനെയാ കാണുന്നത്? വൈദ്യുതി ഒഴുകിയാലേ കാണുള്ളൂ. അപ്പൊ നമുക്ക് മൈക്കിൾ ഫാരഡെയുടെ നിയമത്തിലേക്ക് പോകാം. അദ്ദേഹം ചെയ്ത പരീക്ഷണത്തിലേക്ക് പോകാം. അതിന് കാന്തം. അപ്പൊ കാന്തത്തിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ബാർ മാഗ്നറ്റിന് കൃത്യമായിട്ട് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവും. സാധാരണ നോർത്ത് പോളാണ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോ ഈ ഒരു വൈറ്റ് കളറിലുള്ള ഒരു ഡോട്ട് ഉണ്ട്. ഈ എൻഡാണ് നോർത്ത് പോള്, മറ്റേ എൻഡ് സൗത്ത് പോള്. അപ്പൊ ഞാനിവിടെ കുറച്ച് നല്ല കറണ്ട് ഉണ്ടാവാൻ വേണ്ടി രണ്ട് കാന്തങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മാത്രം. അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ടത്, ഈ കാന്തം ഞാൻ ഈ കോയിലിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത്, അതിന്റെ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് മാഗ്നറ്റിക് നീഡിലിന്റെ ഡിഫ്ലക്ഷൻ ഏത് ദിശയിലേക്കാണ്? നിങ്ങളുടെ
വലത്തോട്ടാണോ ഇടത്തോട്ടാണോ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് ടെക്സ്റ്റിൽ ഒരു ആക്ടിവിറ്റി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിനാൽ അത് പരീക്ഷണം കണ്ട് നിങ്ങൾ ഫില്ല് ചെയ്യണം. അത് ചിലപ്പോൾ ചോദിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഇപ്പൊ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് നോർത്ത് പോളാണ്. നോർത്ത് പോളാണ്. ഈ നോർത്ത് പോള് കോയിലിന്റെ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് എവിടേക്കാണ് ഡിഫ്ലക്ട് ചെയ്യുക എന്നാണ് നോക്കേണ്ടത്. ഉള്ളിലേക്ക് എടുത്തു. ഇനി പുറത്തേക്ക് എടുക്കുമ്പോൾ എങ്ങടാ ഡിഫ്ലക്ട് ചെയ്യാൻ നോക്കുക. പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ഇടത്തോട്ടും പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് വലത്തോട്ടും ഡിഫ്ലക്ട് ചെയ്യണം നിങ്ങൾക്ക്. അപ്പൊ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്തും പുറത്തേക്ക് എടുക്കുന്ന സമയത്തുമുള്ള ഡയറക്ഷൻ പ്രത്യേകം നോട്ട് ചെയ്യണം. ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇടത്തോട്ടും പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വലത്തോട്ടും. ഞാൻ പുറത്തേക്ക് എടുക്കാൻ പോവുകയാണ്. ഈ സമയത്ത് നിങ്ങളുടെ വലത്തോട്ട് ഡിഫ്ലക്ട് ചെയ്യും. വലത്തോട്ട് ഡിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവും. മാറി പറഞ്ഞു, എനിക്ക് കാണാത്ത കാരണം മാറി പറഞ്ഞു. ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് വലത്തോട്ട്, പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഇടത്തോട്ട്. ശ്രദ്ധിക്കുക, നോർത്ത് പോള് ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് വലത്തോട്ട്, പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഇടത്തോട്ട്. ഇനി ഇതേ കേസ് തന്നെ ഞാൻ ഇനി സൗത്ത് പോൾ ഉപയോഗിച്ച് ചെയ്യാം. ഇതാണ് സൗത്ത് പോള്. സൗത്ത് പോൾ ഉപയോഗിക്കുന്ന സമയത്ത് നേരെ വിപരീതവും. നേരത്തെ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? വലത്തോട്ടായിരുന്നു. ഇപ്പോൾ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ഇടത്തോട്ടാവും. ഇനി പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് വലത്തോട്ട്. ശ്രദ്ധിച്ചോളൂ, പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് വലത്തോട്ട്. അത് നേരെ വിപരീതവും. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഇനി അടുത്തതായിട്ട് ഇത് അനക്കാതെ വെച്ചാൽ, ഈ മാഗ്നറ്റ് അനക്കാതെ വെച്ചാൽ, ഞാൻ ഇത് സ്റ്റേഷനറിയാണ്, അനക്കാതെ വെക്കുകയാണ്. അനക്കാതെ വെക്കുന്ന സമയത്ത് ഒരു ഡിഫ്ലക്ഷനും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇനി ഇതിൽ മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ശ്രദ്ധിക്കേണ്ടത് മാഗ്നറ്റ് ചലിക്കുന്ന സമയത്ത് ഇതില് EMF ഉണ്ടാകുന്നുള്ളൂ, അല്ലെങ്കിൽ കറണ്ട് ഉണ്ടാകുന്നുള്ളൂ. ഈ കോയിലിൽ കറണ്ട് ഉണ്ടായ കാരണമാണ് ഈ മാഗ്നറ്റിക് നീഡില് ഡിഫ്ലക്ട് ചെയ്യുന്നത്. ചലിക്കുന്ന സമയത്തേ കറണ്ട് ഉണ്ടാകുന്നുള്ളൂ. ഇനി ചലിക്കുന്ന സമയത്ത് തന്നെ പ്രത്യേകത എന്താ? നോർത്ത് പോള് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഉള്ള ദിശയിലല്ല, പുറത്തേക്ക് എടുക്കുന്ന സമയത്തുള്ള ഡിഫ്ലക്ഷന്റെ ദിശ. അതായത് നോർത്ത് പോൾ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് കോയിലിൽ വൈദ്യുത പ്രവാഹം ഈ ഡയറക്ഷനിൽ ആണെങ്കിൽ, നോർത്ത് പോൾ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് കോയിലിലെ വൈദ്യുത പ്രവാഹം ഈ ഡയറക്ഷനിലാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? വൈദ്യുത പ്രവാഹത്തിന്റെ മാഗ്നറ്റ് ചലിക്കുന്നതനുസരിച്ച് അവിടെ വൈദ്യുത പ്രവാഹത്തിന്റെ ദിശയ്ക്ക് ഡയറക്ഷന് മാറ്റം സംഭവിക്കുന്നുണ്ട്. ഡയറക്ഷന് മാറ്റം സംഭവിക്കുന്നതിനാലാണ് മാഗ്നറ്റിക് നീഡിൽ ഇരുവശത്തേക്കും ഡിഫ്ലക്ട് ചെയ്യുന്നത്. നേരെ മറിച്ച് ഈ കോയിലിൽ കൃത്യമായിട്ട് ഒരേ ദിശയിലാണ് വൈദ്യുതി എപ്പോഴും പ്രവഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ, സപ്പോസ് ഈ ചുവന്ന സാധാരണ പോസിറ്റീവാണ്, പോസിറ്റീവിൽ നിന്നും ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിലാണ് ഫ്ലോ എന്നുണ്ടെങ്കിൽ എപ്പോഴും ഇത് തന്നെയായിരിക്കും. നേരെ മറിച്ച് ഇത് അങ്ങനെയല്ല. ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ഈ ഡയറക്ഷനിലാണ് പ്രവഹിക്കുന്നതെന്നുണ്ടെങ്കിൽ, മാഗ്നറ്റ് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഈ ഡയറക്ഷനിലാണ്. അതുമാതിരി നോർത്ത് പോൾ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ഈ ഡയറക്ഷനിലാണെങ്കിൽ, സൗത്ത് പോൾ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ഈ ഡയറക്ഷനിലായിരിക്കും. ഡയറക്ഷൻ ഞാൻ ഊഹിച്ച് പറഞ്ഞതാണ്. മാഗ്നറ്റിക് നീഡിലെ ഡിഫ്ലക്ഷൻ മാറുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഡയറക്ഷൻ മാറുന്നു എന്ന് മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊരു കാര്യം, രണ്ടും അനക്കാതെ വെച്ചാൽ, കോയിലും മാഗ്നറ്റും അനക്കാതെ വെച്ചാൽ കറണ്ട് ഉണ്ടാകില്ല, വൈദ്യുത പ്രവാഹം 0 ആണ്. ഇനി അടുത്തതായിട്ട് കോയില് മാഗ്നറ്റ് അനക്കണമെന്നില്ല, എന്താണെങ്കിലും മതി, കോയില് ചലിപ്പിച്ചാലും മതി. മാഗ്നറ്റിനെ അനക്കാതെ വെച്ച് കോയില് ചലിപ്പിച്ചാലും വൈദ്യുതി ഉണ്ടാകും. അപ്പൊ നമുക്കിനി ആ പട്ടികയിലേക്ക്, ആ ടേബിളിലേക്ക് പോകാം. ടേബിളില് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടേബിൾ പേജ് 46 ടേബിളാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യം പറഞ്ഞേക്കുന്നത് മാഗ്നറ്റ് ഈ സ്റ്റേഷനറി നിയർ ദ സോളിനോയിഡ്. ആ സോളിനോയിഡിന്റെ അടുത്ത്, സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ കമ്പിച്ചുരുൾ തന്നെ, കമ്പിച്ചുരുളിന്റെ അടുത്ത് കാന്തം അനക്കാതെ വെച്ചു. എന്ത് സംഭവിക്കുന്നു? ഡസ് നോട്ട് ഡിഫ്ലക്ട്. ഡിഫ്ലക്ഷൻ സംഭവിക്കില്ല, വിഭ്രംശം ഉണ്ടാകുന്നില്ല. മലയാള മീഡിയംകാർക്ക് വിഭ്രംശം ഉണ്ടാകുന്നില്ല. ഇനി നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ഇൻ ടു ദ സോളിനോയിഡ്. നോർത്ത് പോള് ഉള്ളിലേക്ക് എടുത്ത സമയത്ത് നമ്മൾ കണ്ടു ഡിഫ്ലക്സ്, വിഭ്രംശിക്കുന്നു. എവിടേക്ക്? വലത്തോട്ട്, റൈറ്റ്. ഇനി ദ മാഗ്നറ്റ് ഈസ് സ്റ്റേഷനറി ഇൻസൈഡ് ദ സോളിനോയിഡ്. ഉള്ളിൽ കൊണ്ട് അനക്കാതെ വെച്ചു. ആദ്യത്തെ കേസില് സമീപം, അടുത്ത്, പുറത്താണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ കേസില്
മൂന്നാമത്തെ കേസിൽ സോളിനോയിഡിന്റെ അതായത് കമ്പിച്ചുരുളിന്റെ ഉള്ളില് മാഗ്നറ്റ് അനക്കാതെ വെച്ചു. ആ സമയത്തും നമ്മൾ കണ്ടു വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് കറന്റ് 0, കാന്തസൂചി ഡിഫ്ലക്ട് ചെയ്യുന്നില്ല. ഇനി ദ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ഔട്ട് ഓഫ് ദ സോളിനോയിഡ് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് എങ്ങടാ ലെഫ്റ്റ്. അപ്പൊ ഇവിടെ നോർത്ത് പോളിന്റെ കാര്യമാണ് പറയുന്നത്. ഇനി അടുത്തതോ ദ സൗത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ്, ദക്ഷിണ ധ്രുവം ഉള്ളിലേക്ക് എടുക്കുകയാണ്. ദക്ഷിണ ധ്രുവം ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇടത്തോട്ട് ഡിഫ്ലക്ട് ചെയ്യും. ഇനി അതുമാതിരി മാഗ്നറ്റ് ആൻഡ് സോളിനോയിഡ് ആർ മൂവ്ഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ, അപ്പോഴും ഉണ്ടാകില്ല. മാഗ്നറ്റും സോളിനോയിഡും ഒരുപോലെ ചലിപ്പിച്ചാലും എന്തുണ്ടാവില്ല, ഒരുപോലെ ചലിപ്പിക്കാന്ന് ഇങ്ങനെ രണ്ടും ഒരുപോലെ ചലിപ്പിച്ചാലും വൈദ്യുത പ്രവാഹ തീവ്രത ഉണ്ടായിരിക്കില്ല. മാഗ്നറ്റ് ആൻഡ് സോളിനോയിഡ് ആർ മൂവ്ഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ അറ്റ് ദ സെയിം സ്പീഡ്, ഒരേ വേഗതയിൽ ഒരേ ദിശയിൽ ചലിപ്പിച്ചാൽ കാന്തസൂചി വിഭ്രംശിക്കുകയില്ല, അതിനാൽ തന്നെ ഡയറക്ഷന് പ്രസക്തിയില്ല. ഇനി ഏഴാമത്തെ, ദ സോളിനോയിഡ് ഈസ് മൂവ്ഡ് കീപ്പിംഗ് ദ മാഗ്നറ്റ് സ്റ്റേഷനറി. അത് ഞാൻ പറഞ്ഞു, മാഗ്നറ്റിനെ അനക്കാതെ വെച്ച് സോളിനോയിഡ് ചലിപ്പിച്ചാലും എന്തുണ്ടാകും, ഡിഫ്ലക്ഷൻ ഉണ്ടാകും. അപ്പൊ നമ്മള് ചെറിയ കാര്യമല്ല ചെയ്തത്. നമ്മുടെ ക്ലാസ് റൂമിൽ അതാണ് മനസ്സിലാക്കേണ്ടത്, വെറും ഒരു കാന്തവും ഒരു കമ്പിച്ചുരുളും വളരെ സിമ്പിൾ ആയിട്ട് വളരെ ലളിതമായ ഒരു ക്രമീകരണം വഴി നമ്മൾ വൈദ്യുതി ഉണ്ടാക്കി, കറന്റ് ഉണ്ടാക്കി. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതായ ഊർജ രൂപം വെറും ഒരു കാന്തവും ഒരു കമ്പിച്ചുരുളും ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് മൈക്കിൾ ഫാരഡേയുടെ വിജയം. ഇതിന് പറയുന്ന പേരാണ് ഡൈനാമോ. ഇതേ രീതിയിലാണ് നമ്മുടെ വീടുകളിലേക്ക് വൈദ്യുതി വരുന്നതും. അവിടെ സ്വാഭാവികമായിട്ടും നിരവധി വീടുകളിലേക്കും ഇൻഡസ്ട്രിയൽ പർപ്പസിനും വ്യാവസായിക ആവശ്യത്തിനും വേണ്ടതായ വൈദ്യുതി പവർ ജനറേറ്റ് ചെയ്യണം. സ്വാഭാവികമായിട്ടും വലിയ കാന്തവും വലിയ കമ്പിച്ചുരുളും വേണ്ടി വരും. അതാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിന്റെ ഇവിടെ ഉണ്ടാകുന്ന EMF അതിന് പറയുന്ന പേര് നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ പ്രേരിത EMF എന്നാണ്. അപ്പോ ഒരു ചാലകത്തിൽ എപ്പോഴും നമ്മൾ കഴിഞ്ഞ വർഷം 9 പഠിച്ചിട്ടുണ്ട്, ഒരു കണ്ടക്ടറിൽ കറന്റ് ഫ്ലോ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അതിന്റെ എൻഡ്സ്, അതിന്റെ ധ്രുവങ്ങൾക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കണം. അന്ന് തന്നെ ഞാൻ 9ാം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഉണ്ടാക്കാൻ രണ്ട് മാർഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് നമ്മുടെ സെൽ അല്ലെങ്കിൽ ബാറ്ററി, രണ്ടാമത്തെ മാർഗമാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ വൈദ്യുതകാന്തിക പ്രേരണം. ഇപ്പൊ നമ്മൾ കണ്ടത് ഒരു കാന്തം ഉപയോഗിച്ച് EMF പ്രൊഡ്യൂസ് ചെയ്യുക, അതാണ്. അപ്പോ ഇതിന് പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുതകാന്തിക പ്രേരണം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണ് ഇതിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഞാൻ ഈ കോയില് ഇപ്പൊ മാഗ്നറ്റ് വളരെ അകലെയാണ്, സ്വാഭാവികമായിട്ടും ഈ കോയിലുമായി ബന്ധപ്പെട്ട കാന്തിക മണ്ഡലം അല്ലെങ്കിൽ ഫ്ലക്സ് നമ്മൾ ഒരു അളവ് വിചാരിക്കുന്നത് 0 ആണ്. കാരണം അതിന്റെ അടുത്ത് കാന്തമൊന്നുമില്ല, വെറുതെ ഇരിക്കുകയാണ്. ഇനി ഈ ഒരു കാന്തത്തിന് ഉണ്ടാക്കാൻ കഴിയുന്ന ശക്തി 20 ആണെന്ന് വിചാരിച്ചു. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നത് 20 ആണ്, 20 ആണ് അതിന്റെ കാന്തശക്തി. അതിനുണ്ടാക്കാൻ കഴിയുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് 20 ആണ്. ഇനി ഇതിവിടെ വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതിന്റെ അടുത്ത് കാന്തമൊന്നുമില്ല, കോയിലുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. ഞാൻ ഇനി ഈ കോയിലുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ് ഇപ്പോൾ. ഇനി ഇതിലേക്ക് ഞാൻ മാഗ്നറ്റ് ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ 0 ആയി തുടരുന്ന സമയത്ത് ഇപ്പോഴും 0, കുറച്ച് കഴിഞ്ഞാലും 0, കാരണം കാന്തമൊന്നുമില്ല. 0 ആയി തുടരുന്ന സമയത്ത് EMF ഉണ്ടാകുന്നില്ല. there is no EMF. ഏത് കേസില്? 0 0 0 EMF ഇല്ല. ഇനി 0യിൽ നിന്നും ഞാൻ പറഞ്ഞു ഈ രണ്ട് കാന്തം കൂടി ഉണ്ടാക്കുന്നതിന് 20 ആണ് ശക്തി എന്ന് പറഞ്ഞു. 0യിൽ നിന്നും ഞാൻ ഈ കാന്തം ഇൻസേർട്ട് ചെയ്താൽ സ്വാഭാവികമായിട്ട് അവിടെ ചേഞ്ച് ഉണ്ടാവും. ഈ കോയിലുമായി ബന്ധപ്പെട്ട കാന്തശക്തിക്ക് ഒരു മാറ്റം ഉണ്ടാകും. ആ 0യിൽ നിന്നും എത്രയായിട്ട് മാറും? 20 ആയിട്ട് മാറും. കാരണം ഈ കാന്തത്തിന് 20 മാഗ്നറ്റിക് ഫീൽഡ് 20 ലൈൻസ് ഓഫ് ഫ്ലക്സ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതിനാൽ 0ൽ നിന്നും 20 ആയി. ആ കേസിൽ അവിടെ എന്തുണ്ടായി? ഒരു EMF ഇൻഡ്യൂസ് ചെയ്തു. ഇനി ഇവിടെ അനക്കാതെ കൊണ്ടുവച്ചു.
ഇപ്പോൾ ഈ കമ്പിച്ചുരുളുമായി ബന്ധപ്പെട്ട് ഇതിന് കാന്തശക്തി അനുഭവപ്പെടുന്നുണ്ട്. ഈ രണ്ട് കാന്തവും കൂടി ഉണ്ടാക്കുന്ന ലൈൻസ് ഓഫ് ഫ്ലക്സ് 20 ആണെങ്കിൽ ഇപ്പോൾ 20 ആണ്. ഇത് അനക്കാതെ വെച്ച് ഇതിന്റെ ഉള്ളിൽ തന്നെ എത്ര സമയം ഇരിക്കുന്നുവോ അത്രയും സമയവും ഈ ചുരുളുമായി ഈ സോളിനോയിഡുമായി ബന്ധപ്പെട്ട കാന്തത്തിന്റെ ശക്തി എത്രയാ? 20 തന്നെയാണ്. അപ്പൊ 20 തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നില്ല. നമ്മൾ പറഞ്ഞു അനക്കാതെ വെച്ചാൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നില്ല എന്ന് കണ്ടു. എന്ന് പറഞ്ഞാൽ 20 തുടരുന്ന സമയത്ത് there is no EMF. അവിടെ കറന്റ് ഒഴുകുന്നില്ല. ഇനി അടുത്ത കേസിൽ നമ്മൾ 20 ആക്കി വെച്ചേക്കണു. 20 നിന്നും ഞാനിത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് 20 നിന്നും പെട്ടെന്ന് 0-ലേക്കാകും. 20 നിന്നും 0-ലേക്കായി. അപ്പോൾ എന്തുണ്ടായി? EMF ഉണ്ടായി. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് 0 തുടരുന്ന സമയത്തില്ല, 0 to 20 ഉണ്ടാകുന്നുണ്ട്. 20 to 20 ആയിട്ട് തുടരുന്ന സമയത്തില്ല, 20 നിന്നും 0 ആകുന്ന സമയത്തും EMF അല്ലെങ്കിൽ കറന്റ് ഉണ്ടാകുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എപ്പോഴാണ് ഇതിൽ EMF ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്നത് എപ്പോഴാ? when there is a change in the magnetic field associated with the coil. ആ ചുരുളുമായി ബന്ധപ്പെട്ട കാന്തിക മണ്ഡലത്തിന് ഒരു മാറ്റം ഉണ്ടാകുമ്പോഴാണ് അതിൽ ഒരു പ്രേരിത EMF ഉണ്ടാകുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. മാറ്റം ഉണ്ടാകണം. അതിനാലാണ് 20. കാന്തം അതിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചാൽ ഒരിക്കലും കാന്തശക്തി അനുഭവപ്പെടുന്നുണ്ട്, പക്ഷേ EMF ഉണ്ടാകുന്നില്ല. അതിനെന്തിനാണ്? ചേഞ്ച് ഉണ്ടാവണം. അപ്പൊ അതിനാൽ തന്നെ കാന്തത്തിനെ ചലിപ്പിക്കുന്ന സമയത്ത് ഈ 20 എന്നുള്ളത് 18 ആവും, 15 ആവും, 16 ആവും. അപ്പൊ ഒക്കെ ചേഞ്ച് ഉണ്ടാവും. അപ്പോഴെല്ലാം പ്രേരിത EMF ഉണ്ടാകും. അപ്പോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ whenever there is a change in the magnetic field. അതാണ് ശ്രദ്ധിക്കുന്നത്. whenever there is a change in the magnetic field, magnetic flux linked with the coil, and EMF is induced in the coil. This phenomenon is known as electromagnetic induction. ഒരു കമ്പിച്ചുരുളുമായി ഒരു സോളിനോയിഡുമായി ബന്ധപ്പെട്ട കാന്തിക മണ്ഡലത്തിന് വ്യതിയാനം സംഭവിക്കുമ്പോൾ അതിൽ ഒരു പ്രേരിത EMF ഉണ്ടാകുന്നു. ഇനി ഈ പ്രേരിത EMF-നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നമുക്കിനി അറിയേണ്ടത്. പ്രേരിത EMF-നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്: ഒന്ന്, നമ്പർ ഓഫ് ടേൺസ്, കമ്പിച്ചുരുളുകളുടെ എണ്ണം, നമ്പർ ഓഫ് ടേൺസ്. രണ്ടാമത്തതോ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ്. മൂന്നാമത്തതോ സ്പീഡ് ഓഫ് റൊട്ടേഷൻ. അപ്പൊ 3 കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്ന EMF-ന്റെ എണ്ണത്തിനെ നിശ്ചയിക്കുന്നത്. ഒന്ന്, ഇതിലെ ചുരുളുകളുടെ എണ്ണം. ഈ കമ്പിച്ചുരുളിൽ ചുരുളിന്റെ എണ്ണം കുറവാണ്, ഞാൻ ഇത് കണക്ട് ചെയ്താൽ ഇതിലുണ്ടാകുന്ന EMF കുറയും. അടുത്തത് മാഗ്നറ്റിന്റെ ശക്തി. ഞാൻ ഇവിടെ 2 മാഗ്നറ്റ് ഉപയോഗിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റ് ആക്കി മാറ്റിയാൽ അല്ലെങ്കിൽ കാന്തശക്തി കുറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന EMF അല്ലെങ്കിൽ കറന്റ് കുറയും. മൂന്നാമത് എന്താ? സ്പീഡ് ഓഫ് റൊട്ടേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ചലിക്കുന്ന സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന EMF കൂടും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഉണ്ടാകുന്ന EMF-നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്പർ ഓഫ് ടേൺസ്, സ്ട്രെങ്ത്, സ്പീഡ്, ചുറ്റുകളുടെ എണ്ണം, കാന്തശക്തി, വേഗത, ഭ്രമണ വേഗത. ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും പഠിച്ചതിന് ശേഷം ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത ഈ ഒരൊറ്റ ആശയമേ സത്യത്തിൽ ഈ പാഠത്തിൽ പഠിക്കാനുള്ളൂ. ഇനി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഇനി പ്രധാനമായിട്ടും. അത് ഇത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീടെല്ലാം ഈ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സും ഈ നിയമവും അറിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഓക്കെ.